ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ക്ലാസിക്കിൻ്റെ വിപ്പിംഗ് ക്രീം അങ്ങനെ പറയാം. അത് നമ്മുടെ ഈ ബീറ്ററും നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇത് ഞാൻ 10-15 മിനിറ്റ് തണുപ്പിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് വന്നിട്ട് റൈസർ വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് അതും വിപ്പിംഗ് ക്രീമും തണുത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബീറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കണം. കുറച്ച് നേരം ബീറ്റ് ചെയ്യണം, പിന്നെ ഫ്രിഡ്ജ് വെക്കണം. അതേ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ബീറ്റ് വെച്ചാണെങ്കിൽ ചിലർക്ക് ബീറ്റർ ആണ്. എൻ്റെ ഒരു ബീറ്റർ ഇല്ല, അതുകൊണ്ട് ഞാൻ വിസ്ക് വെച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ രീതിയിൽ ഞാൻ 2 രീതിയിലുള്ള വിസ്ക് ഞാൻ മാറിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പറ്റാത്തതുകൊണ്ട് മറ്റേ വിസ്ക് ഇതും പറ്റും. ഞാൻ കുറേ ഇങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെച്ച് കുറച്ച് നേരം ഫ്രീസർ വെച്ച് കട്ട് ചെയ്തു. വീണ്ടും അതേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും ഫ്രീസർ വെച്ച് വിസ്ക് ചെയ്തു. വീട്ടിലാണെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല, അതേ രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഈ വിപ്പിംഗ് ക്രീം കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വേണം ബീറ്റിലാണ് നല്ല കട്ടിയായിട്ട് കിട്ടും. ഇതിൽ നല്ല ഒരു ലൂസ് അതിൽ കിട്ടും. അപ്പോൾ ഇത് എന്തായാലും നല്ല രീതിയിൽ വിപ്പായി കിട്ടി. നല്ല നമ്മൾ ഈ സ്പൂണൊക്കെ വരുന്ന ഐസ്ക്രീം അതിൽ അങ്ങനെ ചെയ്തു. നല്ല കട്ടിക്കുന്ന. പിന്നെ ഈ ബിസ്ക്കറ്റാണ് എടുത്തത്. പിന്നെ പാലും പഞ്ചസാരയും വെച്ച് കാച്ചി ബ്രെഡിൻ്റെ ആ ഗോൾഡ് കളറില്ലേ ആ ഭാഗമെല്ലാം കട്ട് ചെയ്തു. ഈ ഗോൾഡ് പിന്നെ ഗോൾഡ് കളർ ഇതാക്കി ഞാൻ ബ്രെഡ് എടുത്ത് വന്നു. ഗോൾഡ് കളറൊക്കെ ഇതാക്കി ഞാൻ ഈ ട്രേ ലിസ്റ്റിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്ത് വെള്ളത്തിൽ കഴുകി. അപ്പോഴത്തേന് കുഴപ്പമില്ല. പിന്നെ ആ പാലിൽ മുക്കി നമ്മൾ ഡ്രോ ചെയ്ത് ചെയ്യാം. അങ്ങനെ തന്നെ നമ്മൾ ആകത്തെയൊന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലും ആ സെറ്റങ്ങ് ചെയ്യണം. എല്ലാ സൈഡും നമ്മളിങ്ങനെ ഓരോന്ന് വെച്ച് എത്ര ഡ്രൈ ചെയ്യാൻ പറ്റുമോ അത്രയും ഡ്രൈ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നല്ല രീതിക്ക് ഇടവൊന്നും വരാതെ സെറ്റ് ചെയ്തു. പിന്നെ ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് ക്രീം വെച്ച് കൊടുത്ത് ഞാൻ രണ്ടാമതെടുത്ത വീഡിയോ കേട്ടോ, മറ്റേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ആദ്യ ലെയർ ക്രീം വെച്ചത്, സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയർ ഞാൻ മറ്റേ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചു. പിന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിക്കണ്ട, അത് നോസിൽസ് പൈപ്പിംഗ് ബാഗ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അത് വേണ്ട. അപ്പോഴത്തേന് നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ലാസ്റ്റ് ഇതാക്കി നമുക്ക് എത്രത്തോളം ക്രീം ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തന്നെ ക്രീം ആഡ് ചെയ്യാം. അവരോരോ ഇതാണ്. ഞാൻ വിപ്പിംഗ് ക്രീം എടുത്ത കാര്യം മറന്നുപോയി. വിപ്പിംഗ് ക്രീം ഇച്ചിരി എടുത്താൽ മതി. ഇച്ചിരി എടുക്കുമ്പോൾ തന്നെ തോനെയായി കിട്ടും കേട്ടോ. ഇച്ചിരി എടുത്തതേ ഉള്ളൂ ഞാൻ, പക്ഷെ എനിക്ക് തോനെയും കിട്ടി. നിങ്ങൾക്ക് ഈ ബ്രെഡ് ഇട്ട ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല നട്ട്സോ എന്തിനു വേണം, ഫ്രൂട്ട്സോ നട്ട്സോ എന്തിനു വേണമെങ്കിലും ഇടാം. ഞാൻ പക്ഷെ ഒന്നും ഇട്ടില്ല, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം തീർന്നു. ഈത്തപ്പഴം ഉണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഇട്ടില്ല. ബാക്കി അത്രയും ഇട്ട് സെറ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ഈ കപ്പലണ്ടിയും ബ്രെഡിൻ്റെ ആ സൈഡ് ഗോൾഡ് സൈഡ് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.